ഒരു കഥ சொல்லிட்டா சார். 1930കളിലാണ് സംഭവം നടക്കുന്നത്. പുരാതന ചൈനയിലെ ടിയാങ്ചൻ എന്ന കൺട്രിയിൽ ഒരു ബുള്ളറ്റ് ഫാക്ടറിയിൽ നിന്നും വെടിയുണ്ടകൾ മോഷ്ടിച്ചെന്ന് ആരോപിച്ച് ഒരു സ്ത്രീ തൊഴിലാളിയെ അതിന്റെ മുതലാളി പിടികൂടുന്നു. സ്വർഗത്തിന്റെ വിധിയെന്ന പേരിൽ ഒരു വിചിത്രമായ നീതിന്യായ വ്യവസ്ഥയാണ് ആ മുതലാളി അവിടെ നടപ്പാക്കുന്നത്. ഒരു പിസ്റ്റലിനകത്ത് ഒരു ഉണ്ട മാത്രം നിറച്ചുകൊണ്ട് തന്റെ വാദം ശരിയാണോ തെറ്റാണോ എന്നറിയാൻ ബോസ് ആദ്യം തന്നെ അതുപയോഗിച്ച് സ്വന്തം തലയിൽ വെടിവെക്കുന്നു. അപ്പോൾ അത് പൊട്ടുന്നില്ല. ദൈവം തീരുമാനിച്ചിരിക്കുന്നത് ബോസിന്റെ വാദം ശരിയാണെന്നാണ്. പിന്നീട് കുറ്റം ആരോപിക്കപ്പെട്ട സ്ത്രീയും ഇതുപോലെ തന്നെ ചെയ്യണം. കുറ്റവാളിയാണെങ്കിൽ വെടി പൊട്ടുകയും അവൾ മരിക്കുകയും ചെയ്യും. നിരപരാധിയാണെങ്കിൽ വെടി പൊട്ടുകയുമില്ല എന്ന വിചിത്രമായ ഒരു നീതിന്യായ വ്യവസ്ഥയാണ് ആ മുതലാളി ആ ഫാക്ടറിക്കകത്ത് നടപ്പാക്കിയത്. ആ സ്ത്രീ തന്റെ ഊഴം വന്നപ്പോൾ തലയിൽ വെടിവെക്കുന്നു. തലയോട്ടി ചിതറി അവിടെ തന്നെ മരിച്ചു വീഴുന്നു. മറ്റൊരിടത്ത് ഇൻസ്പെക്ടർ സോങ് സ്ഥലം മാറി വരികയാണ്, പുതിയൊരു സ്റ്റേഷനിലേക്ക്. അവിടെയുള്ള അതീവ നിരീക്ഷണ പാഠവും കൗബോയ്കളെപ്പോലെ പെട്ടെന്ന് തന്നെ തോക്കുപയോഗിക്കാനുള്ള കഴിവുമുള്ള ഇൻസ്പെക്ടർ ഗോവുമായി പരിചയപ്പെടുന്നു. ഈ സമയത്താണ് ഫാക്ടറിക്കകത്ത് മറ്റൊരു കൊലപാതകം നടക്കുന്നത്. ഗോയും സോങ്ങും കൂടെ ജൂനിയർ പോലീസ് ഉദ്യോഗസ്ഥനായ സിയാവും അങ്ങോട്ട് പുറപ്പെടുന്നു. ചെൻ ക്യു എന്ന ഫാക്ടറി തൊഴിലാളിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. വെടിയുണ്ട നെറ്റിയിൽ തുളച്ചു കയറി തലയോട്ടി പിളർത്തി പുറത്തേക്ക് പോയിരിക്കുന്നു. പിന്നിലുള്ള ചുമരിൽ ആ വെടിയുണ്ട തറച്ചതിന്റെ അടയാളം കാണാം. ചുറ്റുപാടും അവർ പരിശോധിക്കുന്നു. എവിടെയും ആ ബുള്ളറ്റിന്റെ ഒരവശേഷം പോലും അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് ആരോ വന്ന് വെടിവെക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ശവത്തിന്റെ കൈകൾ രണ്ടും ചുരുട്ടി പിടിക്കാതിരിക്കുന്നതെന്ന് സോങ് പറയുന്നു. ഫാക്ടറിക്കകത്ത് ആദ്യം നടന്ന സ്ത്രീയുടെ മരണത്തെക്കുറിച്ചും അന്ന് കാണാതായ ബുള്ളറ്റുകളാണ് ഈ അദൃശ്യ ബുള്ളറ്റുകളെന്നും മരണപ്പെട്ട സ്ത്രീയുടെ ശാപമാണിതെന്നും നഗരത്തിന്റെ ചുവരുകളിൽ ആ അദൃശ്യ ബുള്ളറ്റുകൾ എല്ലാവരെയും കൊല്ലുമെന്ന് ആരോ രക്തത്തിൽ എഴുതി വച്ചിരിക്കുന്നുമുള്ള സംഭവങ്ങൾ സോങ്ങും സംഘവും തെരുവിലെ ഒരു കൈനോട്ടക്കാരിയായ ലിറ്റിൽ ലാർക്കിൽ നിന്നും അറിയുന്നു. ഈ കൈനോട്ടക്കാരിയുടെ അടുത്തേക്ക് വരുന്ന ഫാക്ടറി തൊഴിലാളികളിൽ നിന്നും ലഭിച്ചതാണ് ഈ വിവരങ്ങളെല്ലാമെന്നും അവൾ പറയുന്നു. ഇൻസ്പെക്ടർ സോങ്ങും ഗോയും സംഘവും ഫാക്ടറിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ആദ്യം നടന്ന കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നു. 7 ദിവസത്തിനകം കൊലയാളിയെ താൻ കണ്ടെത്തുമെന്ന് ഇൻസ്പെക്ടർ സോങ് ഫാക്ടറിയുടെ മുതലാളിയായ ബോസ് ടിങ്ങുമായി ബെറ്റുവെക്കുന്നു. പിന്നീടാണ് അടുത്ത കൊലപാതകം നടക്കുന്നത്. അവർ മൂവരും ഫാക്ടറിക്കകത്തേക്ക് നടന്നു വരുന്നതിനിടയിൽ ഒരു വെടിവെച്ച് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഒരു റൂമിനകത്ത് സോ എന്നു പേരുള്ള ഒരു തൊഴിലാളി നെഞ്ചിൽ വെടിയേറ്റ് മരിച്ചിരിക്കുന്നതാണ് അവർ കാണുന്നത്. റൂമിനകത്തേക്കുള്ള ഏക വഴിയിൽ കൂടിയാണ് അവർ അകത്തേക്ക് ചെല്ലുന്നത്. ആ റൂമിന് മറ്റു വഴികളൊന്നുമില്ലതാനും. പെട്ടെന്ന് തന്നെ ആ കൊലപാതകി എങ്ങോട്ട് പോയെന്ന് അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ആ ശവത്തിന്റെയും അകത്തു നിന്നും അവർക്ക് ബുള്ളറ്റ് കിട്ടുന്നില്ല. ഈ മരണവും അദൃശ്യ ബുള്ളറ്റുകളുടെ ശാപമാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ഈ അദൃശ്യ ബുള്ളറ്റുകൾ എല്ലാവരെയും കൊല്ലുമെന്ന് ഫാക്ടറിക്കകത്തും ആരോ എഴുതി വെച്ചിരിക്കുന്നത് ഫാക്ടറി തൊഴിലാളികൾ കാണുന്നു. അവരെല്ലാവരും പരിഭ്രമിക്കുകയും ജോലിക്കിറങ്ങാതെ സമരം ചെയ്യുകയും ചെയ്യുന്നു. തങ്ങളുടെ ജീവൻ ഇവിടെ സുരക്ഷയില്ല എന്നും പറഞ്ഞുകൊണ്ട് തൊഴിലാളികൾ ബോസുമായി തർക്കിക്കുന്നു. ആദ്യം ഫാക്ടറിയിൽ മരിച്ച യാൻ എന്ന സ്ത്രീയുടെ പ്രേതമാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പോലീസ് ചീഫ് ജിൻ ഫാക്ടറി ബോസുമായി സംസാരിക്കുന്നു. ഇതെല്ലാം തന്നെ ബോസിന്റെ ചെയ്തികളാണെന്നാണ് ജിൻ കരുതുന്നത്. പക്ഷേ ബോസിനെതിരെ ഒന്നും പറയാൻ ചീഫ് ജിന്നിന് കഴിയില്ല. കാരണം ഈ ഫാക്ടറി മുതലാളിയും പോലീസ് ചീഫും തമ്മിൽ പല രഹസ്യ ഇടപാടുകളും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അടങ്ങിയ ഒരു ചുവന്ന നോട്ട്ബുക്ക് ബോസ് ജിന്നിന് കാണിച്ചു കൊടുക്കുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കാൻ ബോസ് ചീഫിനോട് ആവശ്യപ്പെടുന്നു. ഈ സംഭവങ്ങളെല്ലാം തന്നെ ഇൻസ്പെക്ടർ ഗോയും സോങ്ങും മറ്റൊരു സ്ഥലത്തു നിന്നും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഫാക്ടറിയിലെ ചില പുതിയ വിവരങ്ങളുമായി കൈനോട്ടക്കാരിയായ ലിറ്റിൽ ലാർക്ക് അങ്ങോട്ട് വരുന്നു. റൂമിനകത്ത് കൊല്ലപ്പെട്ട സുവോയും ക്സിയാട്ടോ എന്നു പേരുള്ള ഒരു തൊഴിലാളിയും യാനിന്റെ മരണത്തെക്കുറിച്ച് ചില സംശയങ്ങൾ പറഞ്ഞിരുന്നെന്ന് അവൾ പറയുന്നു. പക്ഷേ ഇപ്പോൾ ക്സിയാറ്റോ എന്ന ആ തൊഴിലാളിയെ കാണാനുമില്ല. അവരെല്ലാവരും ക്സിയാറ്റോയുടെ താമസ സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ക്സിയാറ്റോയുടെ വീട് കത്തി നശിച്ചിരിക്കുന്നതാണ് അവർ കാണുന്നത്. വീട് മുഴുവൻ ചാരമായി മാറിയിരിക്കുന്നു. അവിടെ നിന്നും അവർക്ക് ഒരു മോതിരത്തിന്റെ ചെറിയ കഷ്ണങ്ങൾ ലഭിക്കുന്നു. സിയാറ്റോയുടെ കുടുംബം മുഴുവൻ ഒരു തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് പറയുന്നു. അവരെ മറവാടിയ സ്ഥലത്തേക്ക് അവർ പോവുകയും ശവങ്ങൾ അവർ പുറത്തെടുക്കുകയും ചെയ്യുന്നു. ശവങ്ങളുടെ വായയുടെ അകത്ത് കരി അവർ കാണുന്നില്ല. അപ്പോൾ അവരെ കൊന്നതിന് ശേഷം ആരോ തീയിട്ടതാണെന്ന് അവർ ഉറപ്പിക്കുന്നു. സിയാറ്റോയുടെ കാര്യങ്ങൾ മുഴുവൻ പോലീസിന് കൈമാറിയ ലിറ്റിൽ ലാർക്കിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ആക്രമിക്കാൻ വരുന്ന എല്ലാവരും കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരാളെപ്പോലും അവർക്ക് ജീവനോടെ പിടിക്കാൻ സാധിക്കുന്നില്ല. ആദ്യം കാണിച്ചിരിക്കുന്ന യാൻ എന്ന സ്ത്രീയുടെ മരണം നടന്നത് എങ്ങനെയാണെന്ന് ഇൻസ്പെക്ടർ സോങ് കണ്ടെത്തുന്നു. സ്വർഗത്തിന് നീതി എന്ന പേരിൽ നടത്തിയ വിചാരണ ബോസ് ടിങ്ങിന്റെ ഒരു കുബുദ്ധിയാണ്.
ഫാക്ടറി തൊഴിലാളികൾ സമരത്തിലായിരിക്കുന്ന സമയത്ത് അവരുടെ ശ്രദ്ധ അതിൽ നിന്നും മാറ്റാൻ വേണ്ടി ബോസ് തയ്യാറാക്കിയ ഒരു പ്ലാനായിരുന്നു ആ മരണം. വെടിയുണ്ടകൾ നഷ്ടപ്പെട്ടതായി ബോസ് പറഞ്ഞുണ്ടാക്കുകയും യാൻ എന്ന നിരപരാധിയായ സ്ത്രീയിൽ അവർ കുറ്റം ആരോപിക്കുകയുമായിരുന്നു. അതിനുശേഷമാണ് അവർ വിചിത്രമായ ആ ചടങ്ങ് നടത്തുന്നത്. ബോസ് തന്റെ തലയിൽ വെടിവെക്കുന്ന സമയത്ത് അതിനകത്ത് ഡെഡ് ബുള്ളറ്റ് എന്നു പേരുള്ള പ്രവർത്തിക്കാത്ത ഒരു ബുള്ളറ്റാണ് ഇടുന്നത്. അതൊരു ഡിഫക്റ്റീവായ ബുള്ളറ്റാണ്. അതിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ തോക്ക് പ്രവർത്തിക്കുകയില്ല. അതിനുശേഷം തോക്ക് യാനിന് കൈമാറുന്നതിനിടയിൽ ഒറ്റയടിക്ക് 6 ബുള്ളറ്റുകൾ നിറക്കാൻ പറ്റുന്ന ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ ബുള്ളറ്റ് പെട്ടെന്ന് തന്നെ ഒരു മജീഷ്യനെ പോലെ നിറക്കുകയും ചെയ്യുന്നു. ഈ ബുള്ളറ്റ് നിറക്കുന്ന ടൂൾ സോങ്ങും സംഘവും ആദ്യം തന്നെ ഫാക്ടറിയിൽ കണ്ടിരുന്നു. അങ്ങനെ നിറത്തോക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് യാൻ എന്ന സ്ത്രീ വെടിവെച്ചതും മരിച്ചതും. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ അവരുടെ അടുത്തുണ്ടായിരുന്നവരായിരുന്നു കൊല്ലപ്പെട്ടവരെല്ലാവരും തന്നെ. ഗൺ ഫുൾ ലോഡഡ് ആണെന്ന് അടുത്തുള്ളവർക്ക് മനസ്സിലായിട്ടുമുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടും പറയാതിരുന്നവരാണ് കൊല്ലപ്പെട്ടവരെല്ലാവരും തന്നെ. ഓരോ മരണത്തിന് ശേഷവും അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന തോക്കിൽ ആദ്യത്തേതിൽ 1ഉം രണ്ടാമത്തേതിൽ 2ഉം വെടിയുണ്ടകൾ കാണാമായിരുന്നു. യാനിൻ്റെ മരണസമയത്ത് ഏറ്റവും അടുത്തുണ്ടായിരുന്ന വാങ് ആയിരിക്കും അടുത്ത ഇര എന്ന് അവർ ഊഹിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ആരോ ഒരാൾ വന്നുകൊണ്ട് വാങ്ങിനെ വെടിവെച്ച് കൊല്ലുന്നതാണ്. വെടിവെച്ചതിന് ശേഷം ഫാക്ടറിയിലേക്ക് കൂടി ഓടുന്ന അയാളെ ഫാക്ടറി ഗാർഡ്സ് വെടിവെച്ച് താഴിടുന്നു. ഈ മരിച്ചയാളാണ് കൊലപാതകി എന്ന് ബോസ് പ്രഖ്യാപിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്നും കൊലയാളിയെ കണ്ടെത്തിയെന്നും ബോസ് പറഞ്ഞു. ഇത് ശരിയല്ല എന്നും ഇയാളെ മറ്റാരോ അയച്ചതാണെന്നാണ് സോങ്ങും സംഘവും പറയുന്നത്. പക്ഷേ പോലീസ് ചീഫ് ജിൻ പോലും കേസ് അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. ആ സമയത്ത് ചീഫ് ജിന്നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരിൽ ഒരാളെ സോങ്ങും സംഘവും തട്ടിക്കൊണ്ടുപോകുന്നു. കാരണം അയാളുടെ വിരലിൽ ഒരു മോതിരമിട്ടുണ്ടായ അടയാളം അവർ കണ്ടിരുന്നു. തീയിട്ട് കൊന്ന ക്സിയാറ്റോയുടെ വീട്ടിൽ നിന്നും ലഭിച്ച അതേ മോതിരത്തിൻ്റെ ഉടമയാണ് അയാൾ. അയാളെ തലകീഴായി കെട്ടിവെച്ച് ചോദ്യം ചെയ്യുകയും അയാൾ സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുകയും ചെയ്യുന്നു. യാൻ എന്ന സ്ത്രീയുടെ മരണത്തിന് ബോസ്റ്റിംഗ് ഉപയോഗിച്ച കുതന്ത്രം അവർ മനസ്സിലാക്കിയിരുന്നെന്നും അത് അവർ പോലീസ് ചീഫ് ജിന്നിനോട് പോലീസ് സ്റ്റേഷനിൽ പോയി പറയുകയും ചെയ്തു. ബോസ്റ്റിങ്ങിൻ്റെ ആജ്ഞപ്രകാരം ചീഫ് ജിന്നും സംഘവുമാണ് ക്സിയാറ്റോയുടെ കുടുംബത്തെ കൊന്ന് കുഴിച്ചിട്ടത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പോലീസുകാരനെ ആരോ വെടിവെച്ചു കൊല്ലുന്നു. പിന്നീട് അവർ സോങ്ങും സംഘത്തിന് നേരെ തുരുതുരാ വെടിവെക്കുന്നു. ഈ വെടിവെപ്പിൽ അവരുടെ അസിസ്റ്റന്റായ ജൂനിയർ പോലീസുകാരൻ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഈ അക്രമി സംഘത്തെ മുഴുവൻ അവർ വെടിവെച്ചു കൊല്ലുന്നു. അങ്ങോട്ട് പോലീസ് ചീഫ് ജിന്നിൻ്റെ അസിസ്റ്റന്റായ പോലീസുകാരനും സംഘവും കടന്നു വരുന്നു. അയാളുടെ കാലിലും വസ്ത്രത്തിലുമുള്ള ഗൺ പൗഡർ കണ്ടുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്നു ഇപ്പോൾ അവർക്ക് നേരെ ആക്രമണം അയച്ചുവിട്ടത് ഇവർ തന്നെയാണെന്ന്. അതിനിടയിൽ ഫാക്ടറി ഓണറായ ബോസ്റ്റിങ്ങിനെ അയാളുടെ അംഗരക്ഷകനായ വാങ് ഹായ് തന്നെ കൊല്ലുന്നു. ആ സമയത്ത് പുറത്ത് പോലീസുകാർ എന്തിനോ വേണ്ടി കാത്തിരിക്കുന്നതും കാണാം. പോലീസുകാർ തന്നെയായിരിക്കും ബോസ്റ്റിങ്ങിൻ്റെ ഈ കൊലപാതകത്തിന് പിന്നിലും. അവിടെ എത്തുന്ന ഗുവോയും സോങ്ങും വാങ്ഹായെ തന്നെ സംശയിക്കുകയും വാങ്ഹായെ അവിടെ വെച്ച് ഗുവോ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. ചീഫ് ജിന്നാണ് ബോസിന്റെ കൊലപാതകത്തിന് പിന്നിലെന്ന് ഇൻസ്പെക്ടർ സോങ് പറയുന്നു. അതിന് തെളിവായി ചീഫ് ജിന്നും ബോസും തമ്മിലുള്ള ഇടപാടുകളുടെ ചുവന്ന ഡയറി വാങ്ഹായുടെ ശവശരീരത്തിൽ നിന്നും അയാൾ എടുത്തു കാണിക്കുന്നു. ചീഫ് ജിൻ തന്റെ എല്ലാ കളവുകളും സോങ്ങും സംഘം കണ്ടെത്തിയതായി മനസ്സിലാക്കുകയും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു ബോംബിന്റെ ട്രിഗർ വലിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ ഗോ ചീഫ് ജിന്നിനെ വെടിവെക്കുന്നു. സത്യത്തിൽ വാങ്ഹായുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയ നോട്ട്ബുക്ക് ചുവന്ന നോട്ട്ബുക്ക് അല്ല, അതിൽ രക്തം കലർത്തി ചുവന്നതായി സോങ് കാണിച്ചത് മാത്രമാണ്. അങ്ങനെ ഒരു നോട്ട്ബുക്ക് ഉണ്ടെന്ന കാര്യം സോങ്ങിന് അറിയാമെങ്കിലും ആ നോട്ട്ബുക്ക് വാങ്ഹായുടെ ശവശരീരത്തിൽ ഇല്ലായിരുന്നു. അവിടെ നടക്കുന്ന പൊട്ടിത്തെറിയിൽ നിന്നും സോങ്ങും ഗോയും സംഘവും രക്ഷപ്പെടുകയും ചെയ്യുന്നു. ചീഫ് ജിൻ കൊല്ലപ്പെട്ടതിന് ശേഷം ആ സ്ഥാനത്തേക്ക് ഗോയെ തന്നെ നിയമിക്കുന്നു. ഗോ പുതിയ ചീഫായി സ്ഥാനമേൽക്കുകയാണ്. ഈ സമയത്ത് ഇൻസ്പെക്ടർ സോങ് കൊലപാതകങ്ങളുടെ പിന്നിലെ ആളെ കണ്ടെത്തിയെന്ന് ഗോയെ അറിയിക്കുന്നു. അങ്ങനെ ആ കൊലപാതകങ്ങളുടെ പിന്നിൽ ആരാണെന്ന സത്യം ഇൻസ്പെക്ടർ സോങ് വെളിപ്പെടുത്തുന്നു. മറ്റാരുമായിരുന്നില്ല, ഇൻസ്പെക്ടർ ഗോ തന്നെയായിരുന്നു ഈ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ. അയാളുടെ ആവശ്യം ചീഫ് ജിന്നിനെ ആ സ്ഥാനത്തു നിന്നും മാറ്റി പോലീസ് ചീഫാവുക എന്നതായിരുന്നു. അതിനുവേണ്ടിയാണ് ഇൻസ്പെക്ടർ ഗുവോ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. ഗുവോ തൻ്റെ കുറ്റങ്ങളെല്ലാം തന്നെ ഏറ്റുപറയുകയും അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഇൻസ്പെക്ടർ സോങ് തൻ്റെ പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ചിത്രം അവസാനിക്കുന്നു. സിനിമയിലെ ഓരോ കൊലപാതകങ്ങളും അതിന് പിന്നിൽ ആൾക്കാരെ നമുക്ക് കണ്ടെത്താം. ആദ്യ കൊലപാതകമായ യാൻ എന്ന സ്ത്രീയുടെ കൊല ബോസ്റ്റിംഗ് നടത്തുന്നതാണ്. ഫാക്ടറി തൊഴിലാളികളെ സമരത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഈ കൊല നടത്തുന്നത്. അതിനുവേണ്ടി അയാൾ ഉപയോഗിക്കുന്ന ടെക്നിക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ കൊലപാതകം മാത്രമായിരിക്കാം ചിലപ്പോൾ ബോസ്റ്റിംഗ് നടത്തിയത്. തെരുവിലെ കൈനോട്ടക്കാരിയായ ലിറ്റിൽ ലാർക്കും ഇൻസ്പെക്ടർ ഗുവോയും തമ്മിൽ പണ്ടേ ബന്ധമുള്ള ആൾക്കാരാണ്. അവർ രണ്ടുപേരും പങ്കാളികളാണ്. അവിടെയുള്ള പല ഇൻഫർമേഷനും കൈമാറുന്ന ഒരു കേന്ദ്രമായിരുന്നു ഈ കൈനോട്ടക്കാരിയുടേത്. അവളിലൂടെ ഫാക്ടറിയിൽ നടന്ന യാൻ്റെ കൊലപാതകത്തെക്കുറിച്ച് ഗുവോ അറിയുന്നു.
ഈ സംഭവം യാൻ്റെ കൊലപാതകം നേരിട്ട് കണ്ട അതിലെ ടെക്നിക്ക് മനസ്സിലാക്കിയവരാണ് കൊല്ലപ്പെട്ടവരെല്ലാവരും തന്നെ. ചെൻക്യു, സുവോ, ക്സിയാറ്റോ, വാങ് ഹായ് എല്ലാവരും. ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തുകയും അന്വേഷണം എവിടെയും എത്തിയില്ല എന്ന് കാണുകയും ചെയ്യുമ്പോൾ ചീഫിനെ മാറ്റുമല്ലോ. അങ്ങനെ ചീഫിനെ മാറ്റുമ്പോൾ പുതിയ ചീഫാകാൻ വേണ്ടി ഇൻസ്പെക്ടർ ഗുവോ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഫാൻഡം ബുള്ളറ്റ്, അതായത് അദൃശ്യ ബുള്ളറ്റുകളുടെ കാര്യമെല്ലാം തന്നെ. ഗുവോ തന്നെയായിരിക്കും നഗരത്തിൽ പലയിടങ്ങളിൽ ഫാൻഡം ബുള്ളറ്റുകളെ കുറിച്ചുള്ള കഥ പ്രചരിപ്പിക്കാനായി ചുമരിൽ എഴുതി വെക്കുന്നതും. ജനങ്ങൾക്കിടയിൽ ഭീതി ഉണ്ടാക്കുകയും ഈ കേസിലെ കൊലപാതകയെ കണ്ടെത്താനുള്ള പ്രഷർ ചീഫ് ജിന്നിന് മുകളിൽ ഏൽപ്പിക്കുകയും അങ്ങനെ ചീഫ് ജിന്നിനെ ആ സ്ഥലത്തു നിന്നും മാറ്റി തനിക്ക് ചീഫാകാൻ വേണ്ടിയുമാണ് ഗുവോ അങ്ങനെ ചെയ്യുന്നത്. അതിനുവേണ്ടി ഗുവോ കണ്ടെത്തുന്ന ഇരകളാണ് ചെൻക്യുവും സുവോയും തുടങ്ങിയ തൊഴിലാളികളെല്ലാം തന്നെ. അവരെ കൊന്നുകൊണ്ട് ഈ ഫാൻഡം ബുള്ളറ്റിൻ്റെ കഥ നാട്ടിൽ പ്രചരിപ്പിക്കും. അതായിരുന്നു ഗുവോയുടെ പ്ലാൻ. അതിനുവേണ്ടി ഗുവോ തന്നെ ചെയ്ത കൊലപാതകങ്ങളാണ് ഇവയെല്ലാം തന്നെ. എങ്ങനെയായിരിക്കും 2 കൊലപാതകങ്ങളിലെ ബുള്ളറ്റുകൾ കാണാതായത്? എന്താണ് ഈ അദൃശ്യ ബുള്ളറ്റുകളുടെ? ആദ്യം കൊല്ലപ്പെട്ടത് ചെൻക്യു ആണ്. ചെൻക്യുയെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഐസ് കൊണ്ടുള്ള ബുള്ളറ്റ് ആയിരിക്കാം. ഐസ് കൊണ്ടുള്ള ബുള്ളറ്റ് ഒരിക്കലും തന്നെ ഒരു തോക്കിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു വില്ല് ഉപയോഗിച്ചായിരിക്കാം ചെൻക്യുയുടെ തലയിലേക്ക് ആ ബുള്ളറ്റ് പ്രയോഗിച്ചത്. ഐസ് ബുള്ളറ്റ് തലയിൽ തുളച്ചു കയറി ചുമരിൽ തറക്കുകയും അത് മെൽട്ടാകാൻ വേണ്ടി കൊലപാതകി കാത്തിരുന്നിരിക്കാം. അതിനുശേഷം മറ്റൊരിടത്ത് വെച്ച് ഒരു വെടിയുടെ ശബ്ദമുണ്ടാക്കുകയും ചെയ്യും. ആ ശബ്ദം കേട്ടുകൊണ്ടാണ് ആ ഫാക്ടറി തൊഴിലാളി അങ്ങോട്ട് വരുന്നതും ശവശരീരം കാണുന്നതും. അതായത് ആ ശബ്ദത്തിന് മുമ്പ് തന്നെ വില്ലുപയോഗിച്ച് ഈ ഐസ് ബുള്ളറ്റ് തലയിൽ തറപ്പിച്ച് ചെൻക്യുയെ കൊന്നു കളഞ്ഞിരിക്കാം. ഒരു റൂമിനകത്ത് ശബ്ദമുണ്ടാകുമ്പോൾ അതിൻ്റെ എക്കോ കാരണം അത് എവിടെ നിന്നാണെന്ന് പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലാകാൻ സാധിക്കില്ല. അങ്ങനെയായിരിക്കാം ഈ വെടിയുടെ ശബ്ദം ചെൻക്യുയുടെ റൂമിനകത്ത് നിന്ന് തന്നെയാണെന്ന് അവർക്ക് തോന്നിയതും അങ്ങോട്ട് പോയതും. രണ്ടാമത്തെ കൊലപാതകം നടക്കുന്നത് സുവോയുടെ ആണ്. സുവോയുടെ കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എല്ല് കൊണ്ടുണ്ടാക്കിയ ബുള്ളറ്റാണ്. ശവശരീരം പരിശോധിക്കുമ്പോൾ അകത്തുനിന്ന് കിട്ടുന്ന എല്ലുകൾ നുറുങ്ങിപ്പോയ സുവോയുടെ തന്നെ എല്ലുകളാണെന്നാണ് ആദ്യം കരുതുന്നത്. സുവോയെ അവിടെ കെട്ടിയിട്ട് വില്ലുപയോഗിച്ചുകൊണ്ട് ബോൺ ബുള്ളറ്റ് ശരീരത്തിൽ കയറ്റിയതിന് ശേഷം ഏക വഴിയിലൂടെ കൊലയാളി പുറത്തു പോവുകയും മറ്റൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയും ചെയ്യുന്നു. ഗുവോയും സോങ്ങും സംഘവും അങ്ങോട്ട് കയറി വരുന്ന അതേ സമയത്ത് ഒരു ഗണ്ണുപയോഗിച്ച് ഷൂട്ട് ചെയ്യുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ശബ്ദവും ആ റൂമിനകത്തായിരിക്കുമെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നതാണ്. ആദ്യം അങ്ങോട്ട് ഓടിച്ചെല്ലുന്നതും ഗുവോ തന്നെയാണ്. കാരണം ഗുവോയ്ക്കറിയാം എവിടെയാണ് ആ ശവം ഇപ്പോഴുള്ളതെന്ന്. പോലീസ് ഡോക്ടറുടെ പരിശോധനയിൽ ആ എല്ലിൻ്റെ ബുള്ളറ്റുകൾ പിന്നീട് കണ്ടെത്തുന്നുമുണ്ട്. ഗൺഷോട്ടുകൾ മറ്റൊരു സ്ഥലത്തുനിന്ന് ഉപയോഗിക്കുകയും എക്കോ കാരണം അത് ആ റൂമിനകത്തു നിന്നാണെന്ന് തോന്നുകയും ചെയ്യുന്നതാണ്. ഈ എക്കോയുടെ കാര്യം ഒരിക്കൽ ഇൻസ്പെക്ടർ സോങ് ഗുവോയുടെ വീട്ടിൽ വരുമ്പോൾ പറയുന്നുണ്ട്. അവർ കയറി വരുന്ന സമയത്ത് ഗൺഷോട്ട് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ലിറ്റിൽ ലാർക്ക് ആയിരിക്കാം. ഐസ് ബുള്ളറ്റും ബോൺ ബുള്ളറ്റും ഉപയോഗിച്ച് ഒരുപാട് പരിശീലനങ്ങൾ ഇൻസ്പെക്ടർ ഗുവോ നടത്തിയതായി സോങ് അയാളുടെ വീട്ടിൽ നിന്നും കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ തന്നെയായിരിക്കാം ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഗുവോ ആണെന്ന കാര്യം അയാൾക്ക് മനസ്സിലാകുന്നതും. ക്സിയാറ്റോ എന്ന മൂന്നാമത്തെ തൊഴിലാളിയെയും കുടുംബത്തെയും തീയിട്ട് കൊല്ലുന്നത് ചീഫ് ജിന്നും സംഘവും തന്നെയാണ്. ആ കൊലയ്ക്ക് പിന്നിൽ ഇൻസ്പെക്ടർ ഗുവോക്ക് ബന്ധമുണ്ടായിരിക്കില്ല. കാരണം ഗുവോ നടത്തുന്ന കൊലപാതകങ്ങളെല്ലാം തന്നെ അദൃശ്യ ബുള്ളറ്റും ജനങ്ങളിൽ ഭീതിയുണ്ടാക്കും എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ്. യാങ് എന്നയാളെ നേരിട്ട് വെടിവെച്ച് ഒരാൾ കൊല്ലുകയാണ് ചെയ്യുന്നത്. ആ കൊലപാതകത്തിന് പിന്നിൽ ആരായിരിക്കും? ഇൻസ്പെക്ടർ ജിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ബോസ് ഡിങ് ആയിരിക്കാം. അവർക്കൊരാളെ കൊലയാളിയായി കണ്ടെത്തണം. അതിനുവേണ്ടി അവർ തന്നെ അയച്ച ആളായിരിക്കും യാങ്ങിനെ കൊല്ലുന്നത്. ഗുവോ ആണ് ഈ കൊലപാതകം ചെയ്തിരുന്നെങ്കിൽ അതിലും ഈ അദൃശ്യ ബുള്ളറ്റ് എന്ന കഥയുണ്ടാക്കാൻ പക്കം എന്തെങ്കിലും ഒന്നുണ്ടാകും. അതുപോലെ തന്നെ ആ കൊലയാളിയെ അപ്പോൾ തന്നെ ജിന്നിൻ്റെ പോലീസുകാരൻ വെടിവെച്ച് കൊല്ലുന്നുമുണ്ട്. അയാൾ എന്തോ സോങ്ങിനോട് പറയാൻ പോകുമ്പോൾ അയാളുടെ കഴുത്ത് നെരിച്ച് അയാളെ അവിടെ വെച്ച് കൊല്ലുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ യാങ്ങിൻ്റെ കൊലക്ക് പിന്നിലും ആ വാടക കൊലയാളിയെ കൊല്ലുന്നതും ജിന്ന് തന്നെയാണ്. ബോസ് ഡിങ്ങിനെ കൊല്ലുന്ന വാങ് ഹായ് പൈസയ്ക്ക് വേണ്ടി തനിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്ന് ഇൻസ്പെക്ടർ ഗുവോ സോങ്ങിനോട് പറയുന്നുണ്ട്. ബോസിൻ്റെ കൊലക്ക് മുമ്പ് തന്നെ പോലീസുകാർ അതിനായി കാത്തിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആ കൊല പ്ലാൻ ചെയ്തിരിക്കുന്നത് പോലീസ് ചീഫ് ജിന്ന് തന്നെ ആയിരിക്കും. ബോസിനെ കൊന്നുകൊണ്ട് ആ ഡയറി എടുക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ആ കൊല നടത്തിയിരിക്കുന്നത്. വാങ് ഹായ് മുഖാന്തരമായിരിക്കും ആ ചുവന്ന ഡയറി ഇൻസ്പെക്ടർ ഗുവോ സംഘടിപ്പിക്കുന്നത്. വാങ് ഹായിയെ അവിടെ വെച്ചുകൊണ്ട് തന്നെ ഗുവോ കൊല്ലുന്നത് ഗുവോയുടെ രഹസ്യങ്ങൾ വാങ് ഹായിക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കാം. അദൃശ്യ കൊലപാതകങ്ങൾ നടപ്പിലാക്കാൻ ഗുവോ ഉപയോഗിച്ചിരിക്കുന്നത് ആരെയാണെന്ന് ചിത്രത്തിൽ വ്യക്തമായി പറയുന്നില്ല. ലിറ്റിൽ ലാർക്ക് തന്നെ ആയിരിക്കും അതെന്ന് നമുക്ക് കരുതാം. പെട്ടെന്നുള്ളൊരു കൊലപാതകമാണിതെന്ന് സോങ് പറയുന്നുണ്ട്. ഒരു വില്ല് ഉപയോഗിച്ചുകൊണ്ട് ആരും കാണാതെ പെട്ടെന്ന് വന്ന് ഒരു കൊല നടത്താൻ സാധിക്കുമോ എന്ന് കരുതുന്നുണ്ട്. ആദ്യ കൊലപാതക സ്ഥലത്തേക്ക് എത്തുമ്പോൾ ബുള്ളറ്റ് ഗുവോ തന്നെ എടുത്തു മാറ്റിയതായിരിക്കാമെന്നും ചിലർ വാദിക്കുന്നുണ്ട്. ഒരു ബിൽഡിങ്ങിനകത്ത് ശബ്ദമുയർത്തിയാൽ അതിൻ്റെ എക്കോ കാരണം മറ്റൊരു സ്ഥലത്തു നിന്ന് അത് കേൾക്കാമെന്നതിൽ എത്രത്തോളം ലോജിക്കുണ്ടെന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ആദ്യ സ്ത്രീയെ ബോസ് ഡിങ് കൊല്ലുന്നു. 2 അദൃശ്യ കൊലപാതകങ്ങൾ നടത്തുന്നത് ഗുവോയാണ്.
അതിനുശേഷമുള്ള ഒരു കൊലപാതകം നടത്തുന്നത് ബോസ് ഡിങ്ങോ ജിന്നോ ആയിരിക്കാം. ക്സിയാറ്റോയും കുടുംബത്തെ മുഴുവനായി ചുട്ടരിക്കുന്നത് ജിന്നു തന്നെയാണെന്ന് വ്യക്തമായി പറയുന്നുമുണ്ട്. മൂന്നാമത്തെ കൊലപാതകം കൊലക്കായി വന്ന ആളെയും കൊല്ലുന്നത് ബോസ് ഡിങ്ങോ അതോ ചീഫ് ജിന്നോ ആയിരിക്കാം. അവർ രണ്ടുപേരും കൊല അവസാനിച്ചു എന്ന് വ്യക്തമായി പറയുന്നതുകൊണ്ട് അവർ രണ്ടുപേരും നടത്തിയ പ്ലാൻ ആയിരിക്കാം ഇതെന്നും മനസ്സിലാക്കാം. അദൃശ്യ ബുള്ളറ്റുകളുടെ കൊലകൾക്ക് പിന്നിൽ മാത്രമാണ് ഗുവോയുടെ കൈകളുള്ളത്. നാട്ടിൽ ഭീതി പരത്തുക, തനിക്ക് ചീഫിൻ്റെ സ്ഥാനം നേടിയെടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഐസ് ബുള്ളറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഗുവോ സോങ്ങിനോട് പറയുന്നുണ്ട്. നിങ്ങൾ തൻ്റെ ടെക്നിക്ക് വെളിപ്പെടുത്തിയതായിരിക്കാം, പക്ഷേ ബോൺ ബുള്ളറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നില്ല താനും. അവ ഗുവോയുടെ വീട്ടിൽ നിന്നും സോങ് കണ്ടെത്തുന്നതാണ്. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയുന്നത് പോലെയുള്ള ഉത്തരങ്ങൾ ഞാൻ നൽകുന്നതാണ്. ദ വാനിഷ്ഡ് മർഡർ എന്ന പേരിൽ ചിത്രത്തിൻ്റെ സീക്വൽ 2015 റിലീസായിട്ടുണ്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പീസ്.